ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. 2 ദിവസങ്ങൾക്ക് മുൻപ് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിലെ ഒരു കാർണിവലിൽ പങ്കെടുത്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗായകൻ ആഞ്ചലോട്ടിയോട് ഒരു റിക്വസ്റ്റ് നടത്തിയിരുന്നു. അതായത് നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നായിരുന്നു ആ ഗായകൻ പബ്ലിക്കായിക്കൊണ്ട് പറഞ്ഞിരുന്നത്. ഉപദേശത്തിന് നന്ദി എന്ന ഒരു മറുപടിയാണ് കാർലോ ആഞ്ചലോട്ടി നൽകിയത്. മാത്രമല്ല ആ പ്രോഗ്രാം കാണാൻ വന്ന പലരും നെയ്മറെ വിളിക്കണമെന്ന്, ടീമിലേക്ക് എടുക്കണമെന്ന് ആഞ്ചലോട്ടിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും നെയ്മർ ഫാൻസ് ആഞ്ചലോട്ടിയെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ബ്രസീലിൽ ഉള്ള നെയ്മർ ആരാധകർ ആഞ്ചലോട്ടിയോട് ഈ ഒരു ആവശ്യം തുടരുകയാണ്. നെയ്മറെ തിരിച്ചു വിളിക്കണം, അതല്ലെങ്കിൽ ബ്രസീലിയൻ ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം തുടരുകയാണ്. പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം റിയോ ഓപ്പണിലെ ഒരു മത്സരം കാണാൻ വേണ്ടി കാർലോ ആഞ്ചലോട്ടി എത്തിയിരുന്നു. റിയോ ഓപ്പൺ എന്ന് പറയുമ്പോൾ അത് ടെന്നീസാണ്. ടെന്നീസ് ടൂർണമെന്റ് കാണാൻ വേണ്ടി കാർലോ ആഞ്ചലോട്ടി എത്തിയിരുന്നു. അവിടെയുള്ള ചില ആരാധകർ, അഥവാ അത് കാണാൻ വന്ന ആരാധകർ നെയ്മറെ ചാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നെയ്മറെ വിളിക്കൂ, നെയ്മറെ വിളിക്കൂ എന്ന് കാർലോ ആഞ്ചലോട്ടിയോട് ചാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആഞ്ചലോട്ടി അതിന് പ്രതികരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പുഞ്ചിരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതായത് ആഞ്ചലോട്ടി എവിടെ പോയാലും നെയ്മർ ആരാധകർ അവിടെയുണ്ട്. നെയ്മറെ വിളിക്കണം എന്നുള്ള ഒരു ആവശ്യം അവർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയേറെ ആശങ്ക ഇപ്പോൾ ആരാധകർക്കിടയിലുണ്ട്. എന്തെന്നാൽ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാർലോ ആഞ്ചലോട്ടി നെയ്മറെ വിളിക്കാൻ സാധ്യതയില്ല, അദ്ദേഹത്തിന്റെ നിലപാട് അത്രത്തോളം വ്യക്തമാണ്. അതായത് നെയ്മറോട് പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ് കോർണർ ഒന്നും ഈ പരിശീലകന് ഇല്ല എന്നാണ് ഒട്ടുമിക്ക ബ്രസീലിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇനി പരിക്കൊന്നും പറ്റാതെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക, നല്ല മികവ് പുലർത്തുക, എന്നാൽ തീർച്ചയായും നെയ്മർ ജൂനിയർക്ക് ബ്രസീലിയൻ ദേശീയ ടീമിൽ മടങ്ങിയെത്താൻ സാധിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.